ഇന്ത്യയിൽ ഇന്ന് സ്ത്രീകളും കുട്ടികളും ഉപയോഗിച്ച് വരുന്ന സാനിറ്ററി നാപ്കിനുകളെ കുറിച്ചുള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതായത് സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ ഒരു സാനിറ്ററി നാപ്കിനാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അതായത് ഏറ്റവും വില കുറഞ്ഞ സാനിറ്ററി നാപ്കിൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പാക്കറ്റിൽ 7 എണ്ണം ഉണ്ടാവും ഈ നാപ്കിനുകൾ. അത് ഒരെണ്ണം പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കി 6 എണ്ണവും അന്തരീക്ഷത്തിൽ ഈർപ്പം വലിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. കാരണം ഇൻഡിവിജ്വലായിട്ട് കവറിങ് ഇല്ല, ചില നാപ്കിനുകൾ മാത്രം. അങ്ങനെയുള്ള നാപ്കിനാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ പോകുന്നത്. അതായത് ഈ നാപ്കിൻ ഇതാ നമ്മൾ ഈ ട്രേയിലേക്ക് അങ്ങ് ഒട്ടിച്ച് വെക്കുകയാണ്. രണ്ടാമതായി ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹൈജീനിക് ആയിട്ടുള്ള ഒരു സാനിറ്ററി നാപ്കിനാണ്. ഓക്കെ, ഇൻഡിവിജ്വൽ പാക്കിംഗ് ആണ്. നമ്മളിത് പൊട്ടിച്ചതിന് ശേഷം 2 നാപ്കിന് ഇതേപോലെ തന്നെ നമ്മൾ ഈ ട്രേക്കകത്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഏകദേശം 60 ml ഉള്ള ഒരു സിറിഞ്ചാണ്. ആർത്തവ സമയത്ത് ഒരു സ്ത്രീ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത് 50 മുതൽ 80 ml ആണെങ്കിൽ നമ്മളിപ്പോൾ 60 ml കൊണ്ട് നമുക്കൊരു പരീക്ഷണം ഇതിൽ നടത്താം. അതായത് നമ്മുടെ ഈ നാപ്കിനിലേക്ക് 60 ml നമ്മൾ വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇതേ സെയിം അളവിൽ തന്നെ നമ്മൾ വീണ്ടും അടുത്ത നമ്മുടെ സാധാരണ നാപ്കിനിലേക്കും ഈ 60 ml വെള്ളം ഏകദേശം നമ്മൾ ഇതിലേക്കും കൂടി നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അതായത് 60 ml ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു, വീണ്ടും 60 ml ഈ സാധാരണ നാപ്കിനിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഏകദേശം ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വ്യത്യാസം എന്ന് നമ്മൾ പറയുന്നത് 2 നാപ്കിനുകളിൽ നമ്മൾ കൈകൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്കറിയാൻ സാധിക്കും. ഇത് കണ്ടില്ലേ, കൈകളിൽ നിന്ന് വെള്ളം വരുന്നു. പക്ഷേ ഈ നാപ്കിനുകളിൽ നിന്ന് വെള്ളം, ഒരു ലേശം വെള്ളം പോലും നമ്മുടെ കൈകൾ പറ്റിയിട്ടില്ല, ഒരല്പം പോലും വെള്ളം നമുക്ക് പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. അത് ഞാനൊരു അല്പം വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഏകദേശം 1/2 ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ഒഴിക്കുന്നു. 60 ml കൂടി വീണ്ടും ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. അപ്പോൾ 180 ml ഏകദേശം നമ്മളിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. 60 അടുത്ത 60. ഇനി എന്താണ് ഇവിടെ നടന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ നാപ്കിനുകൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഈ നാപ്കിനകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ആനിയോൺ സ്ട്രിപ്പ് ആണ് ഇതിലുള്ളത്. ആനിയോൺ സ്ട്രിപ്പാണ്. കൂടാണ്ട് ഏകദേശം ബ്രീത്തബിൾ ആയിട്ടുള്ള കോട്ടൺ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ കിട്ടും. കൂടാണ്ട് നമുക്ക് ഇതിനകത്തൊരു ജെല്ലാണ് ഇതിലുള്ളത്. നമുക്ക് നോക്കാം ഈ വെള്ളം ഇതിലേക്കാണ് വീണതെന്ന് നോക്കാം. ഇതിന് ശേഷം നമ്മൾ ഈ ജെല്ല്, ഇതിനകത്ത് ഇരിക്കുന്ന ജെല്ല് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ വീണ്ടും ഇടുകയാണ്. 60 ml നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇതിനകത്തേക്ക് വീണ്ടും ആ വെള്ളത്തിലേക്ക് ജെല്ലിടുന്നു. വീണ്ടും നമ്മൾ സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നാപ്കിനുകൾ എന്താണ് അടങ്ങിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ നാപ്കിനിൽ അടങ്ങിയിരിക്കുന്നത് അതിൽ ഉള്ള 60 ml കൂടി ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് വീണ്ടും പിഴിഞ്ഞൊഴിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പേപ്പറാണ്. സാനിറ്ററി നാപ്കിനകത്ത് അടങ്ങിയിരിക്കുന്നത് സാധാരണ ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടിഷ്യൂ പേപ്പറുകളാണ്, റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാവുന്ന ടിഷ്യൂ പേപ്പറുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ലെയർ എന്താണെന്ന് നമുക്ക് നോക്കിയാലാണ് അറിയാൻ പറ്റുന്നത്. ഇത് വെറും പ്ലാസ്റ്റിക് കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. സൗണ്ട് കേൾക്കാൻ പറ്റും. ഇത് പ്ലാസ്റ്റിക്കാണ്. ലാസ്റ്റത്തെ ലെയറും പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. സാധാരണ നാപ്കിനുകളേക്കാൾ ഇപ്പോൾ ഹൈജീനിക്കായിട്ട് മാർക്കറ്റിൽ ഇറങ്ങുന്ന നാപ്കിനുകളുണ്ട്. ഇതിനെ സംബന്ധിച്ചത് യാതൊരു തരത്തിലും ഇൻഫെക്ഷനോ, ഏകദേശം 12 മണിക്കൂറോളം സ്ത്രീകൾ സേഫാണ്. 6 മുതൽ 12 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് ആർത്തവ സമയത്ത് ഒരു സ്ത്രീ 50 മുതൽ 80 ml ആണ് ഡിസ്ചാർജ് ചെയ്യുന്നതെങ്കിൽ ഇതിന് 150 മുതൽ 200 ml ഒബ്സോർഷൻ കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എത്ര മാത്രം ബ്ലഡ് ഡിസ്ചാർജ് ചെയ്താലും ഇത് അബ്സോർഷൻ നടക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ സേഫാണ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ വെറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് അസ്വസ്ഥത ഉണ്ടാകുന്നില്ല. നമ്മൾ ഏകദേശം 120 ml 2 നാപ്കിനിലും 120 ml ഇതിനകത്ത് 1/2 ഗ്ലാസോളം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 180 ml വെള്ളം ഇതിനകത്ത് നമ്മൾ ഒബ്സോർഷൻ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇതൊന്ന് ഗ്ലാസ് ഒന്ന് തിരിച്ചു പിടിക്കാം.
കണ്ടോ, ഇത്രമാത്രം നമ്മൾ അബ്സോർഷൻ കപ്പാസിറ്റി ഉള്ളതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ജെല്ല്. അതുകൊണ്ട് യാതൊരു തരത്തിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ആനിയോൺ സ്ട്രിപ്പാണ്, കൂടാണ്ട് കംപ്ലീറ്റ് കോട്ടൺ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള പ്ലാസ്റ്റിക് കണ്ടൻറ്റുകളോ മറ്റോ ഒരു സാധനങ്ങളും ഇതിനകത്തില്ല. വേണമെങ്കിൽ നമ്മൾക്ക് ഈ സാധനം ഉപയോഗത്തിന് ശേഷം കത്തിച്ച് കളയാവുന്നതാണ്. അല്ലെങ്കിൽ വേറൊരു പരീക്ഷണം കൂടി ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ജെല്ല് ഇതിനകത്തേക്ക് ഇടുകയാണ്. ഏകദേശം ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ കയ്യിൽ കരുതിയിരിക്കുന്ന ഇത് സാൾട്ടാണ്. ലേശം സാൾട്ട് നമ്മൾ ഇതിലേക്ക് ഇടുവാണ്. ഇത് ഉപയോഗത്തിന് ശേഷം വേണമെങ്കിൽ ഈ ജെല്ല് വേണമെങ്കിൽ നമുക്ക് ടോയ്ലറ്റിലേക്ക് പൊട്ടിച്ചിട്ട് ഫ്ലഷ് ചെയ്യാവുന്നതാണ്. ഇത് യാതൊരു കാരണവശാലും കട്ട പിടിക്കില്ല, ചെറിയ ബോൾ പോലെയൊന്നും ആകത്തില്ല. ഇത് വളരെ ഇതായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ലേശം ഉപ്പ് ഞാൻ ഇട്ടിരിക്കുകയാണ്. ഇത് അതുപോലെ തന്നെ ഈ നാപ്കിൻ വേണ ഉപയോഗത്തിന് ശേഷം മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് അലിഞ്ഞു ചേരുന്നതാണ്. പ്രകൃതിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കൂടാണ്ട് ഈ ജെല്ല് മാത്രം ടോയ്ലറ്റിൽ ഉപയോഗിച്ചതിന് ശേഷം ഈ പറഞ്ഞ തുണികളെല്ലാം തന്നെ വേണമെങ്കിൽ നമുക്ക് കത്തിച്ച് കളയാം. പ്രകൃതിക്ക് യാതൊരു തരത്തിലുള്ള ദോഷം ഉണ്ടാക്കുന്നതല്ല. വളരെയധികം സേഫായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളും കുട്ടികളും 100% ഈ നാപ്കിൻ ഉപയോഗിച്ചാൽ സേഫാണ്. ഡിസ്പോസ് ചെയ്യുന്നതുകൊണ്ട് പ്രകൃതിക്ക് ദോഷം ഒന്നും ഉണ്ടാകുന്നില്ല. എല്ലാ തരത്തിലും നല്ലൊരിതാണ്. വില വളരെ കുറവാണ്. സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെ വില കുറച്ചിട്ടാണ് ഇത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് US ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ നാപ്കിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ടെക്നോളജീസ്.